എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഹാപ്പി ക്രിസ്തുമസ് ആയിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഗ്രൈൻഡർ എടുത്തു, മിക്സിയുടെ ആ ജാറിനകത്തിലോട്ട് ആദ്യം ഞാൻ വേണ്ട 1 ടീസ്പൂൺ ജീരകം വറുത്ത് അതിനകത്തിലിടുവാണ് കേട്ടോ. അത് കഴിഞ്ഞതേ 4 കുടം വെളുത്തുള്ളിയാണ്. 4 കുടം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞിട്ട് എടുത്ത് അതിനെയും കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് ഒരു 15 മുളക്, പച്ചമുളക് എരിവുള്ളത് ഒരു 15 എണ്ണം അത് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. അത് കഴിഞ്ഞ് 3 വലിയ സവാള, അതിനെ ചെറുതായിട്ട് അരിയേണ്ട, കാരണം നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ടു. എന്നിട്ട് വെള്ളം തൊടാതെ നമുക്കിതിനെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഞാൻ നല്ല ഭംഗിയായിട്ട് കണ്ടോ അരച്ചെടുത്തത്, ഒരു തരി പോലും ഇല്ലാതെ ഇങ്ങനെ അരയ്ക്കണം. കണ്ടോ, വെള്ളം ഞാൻ തൊട്ടിട്ടേ ഇല്ല. ഓട്ടോമാറ്റിക്കലി സവാളയ്ക്കകത്തൊക്കെ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ദേണ്ട് കണ്ടോ മാവ് പോലെ, നമ്മുടെ ഇഡ്ഡലി മാവ് പോലെ അരിഞ്ഞ് കിട്ടി. ഇതിനകത്തോട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു വലിയൊരു കായത്തിൻ്റെ കട്ട എടുത്തു. അതിനെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തു. അപ്പം നമുക്ക് ഇതിനകത്ത് എല്ലായിടത്തും ചേരാൻ വേണ്ടി ഞാൻ നേരിയ ചൂടുവെള്ളത്തിലിട്ട് അതിനെ കലക്കി നല്ലൊരു പീസ് എടുക്കണം കേട്ടോ. കണ്ടോ, അതിനെയും കൂടെ ഞാൻ കൂട്ടിച്ചേർത്തു. എന്നിട്ട് നമുക്ക് ഇനിയും പിന്നെ ഈ കായമെന്ന് പറഞ്ഞ സാധനമാണ് ഞാൻ ഈ കലക്കിയിട്ട് ഒഴിച്ചത്. കായം നമുക്ക് ഇച്ചിരി മുന്നിൽ നിൽക്കണം, എന്നാലേ മണമൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ബാക്കി അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല സൂപ്പറായിട്ട് കടലപ്പൊടി വാങ്ങിച്ചു. കടലപ്പൊടി വാങ്ങിക്കാനും കിട്ടും, കടലപ്പരിപ്പിനെ പൊടിച്ചെടുക്കാനും പറ്റും കേട്ടോ. അതിനെ ഞാൻ 1/2 കിലോയാണിത്. അതിനകത്തിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച മാവെല്ലാം കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിനെ നമ്മൾ നല്ല പരുവത്തിന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മളിലെ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ഇല്ലേ, അതേപോലെ ആക്കിയെടുക്കും. കണ്ടോ, നല്ല കട്ടിയിൽ ഇടിയപ്പത്തിൻ്റെ മാവ് പോലെ കണ്ടോ. ഒരുപാട് കട്ടിയുമില്ല ലൂസും ഇല്ല, ഇങ്ങനെ ഇരിക്കണം. അപ്പം നമ്മൾ അരച്ചിരിക്കുന്ന അരപ്പിൽ കൂടെ തന്നെ ചെയ്താൽ മതി, വേറെ വെള്ളം എടുക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമ്മുടെ കായപ്പൊടി ഇട്ടപ്പോൾ ഒരു ഇച്ചിരി വെള്ളം ഉണ്ടല്ലോ, കുറച്ച് അതുമാത്രം ചേർത്താൽ മതി. വേറെ വെള്ളം ഒഴിച്ചാലേ കുഴഞ്ഞു പോകും, എല്ലാം കൂടെ ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പൊടിയൊക്കെ കലക്കുമ്പോൾ എക്സ്ട്രാ ഇച്ചിരി പൊടി കരുതിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ മാവിനെ എടുത്ത് ഞാൻ സേവനാഴിയിലോട്ട് ഇടുവാണേ. സേവനാഴിയിലിട്ടിട്ട് ഞാനിപ്പോൾ ബാക്കി കാണിച്ചു തരാം. ഞാൻ ചീനിച്ചട്ടി വെച്ചു, നന്നായിട്ട് ചൂടായി. അപ്പോൾ ഞാനൊരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. അപ്പോൾ ഞാൻ മുറുക്കുണ്ടാക്കുവാണേ. അപ്പോൾ ഇത് നമ്മൾക്ക് എണ്ണ പിന്നെ പോരാന്നുണ്ടെങ്കിൽ രണ്ടാമത് വീണ്ടും ഒഴിച്ച് ചൂടായിട്ടേ പിന്നിടാവൂ. ഞാൻ കണ്ടോ തിരിക്കുന്ന കണ്ടോ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ട് മുറുക്കുണ്ടാക്കുക. അവരവരുടെ ഇഷ്ടം പോലെ ഇതിനെ ഓടിച്ചെടുക്കാം, ചെറുതായിട്ടെടുക്കാം, എങ്ങനെ വേണേലും ചെയ്യാം. കണ്ടോ, ഞാൻ മൊരിയട്ടെ എന്നിട്ട് കാണിച്ചു തരാം. മുറുക്ക് റെഡിയായി. കണ്ടോ, ഇത് ഒരിച്ചിരി വലുതാണേ. അപ്പം നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടും എടുക്കാം, എങ്ങനെ വേണേലും എടുക്കാം. കണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കുന്ന മുറുക്ക് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കും, വീടുകളിലും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ അതിനകത്ത് മുളക് പൊടിയൊക്കെ ഇട്ടുണ്ടാക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ ഉണ്ടാക്കാമെങ്കിൽ വളരെ സോഫ്റ്റും ആയിരിക്കും, ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിനൊന്ന് മൂത്ത് കഴിയുമ്പം കണ്ടോ, ഒരുപാട് മൂത്തങ്ങ് നിറം മാറരുത്. ഇങ്ങനെ ആകുമ്പം തന്നെ പിന്നെ നമ്മൾ വാങ്ങി വെക്കുമ്പോൾ ഇച്ചിരി കൂടി ഇരുന്ന് ചൂട് കൊണ്ടൊന്നുകൂടെ ആയിക്കോളും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.